കനകക്കുന്നിലെ മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന് കൊടിയിറക്കം. ചിന്തയും മനസ്സും നിറയ്ക്കുന്ന സർഗഭാഷണങ്ങളുടെ 4 ദിനങ്ങളായിരുന്നു കടന്നുപോയത്. സമാപന സമ്മേളനത്തിൽ കഥാകൃത്ത് ടി പത്മനാഭൻ മുഖ്യാതിഥിയായി. അഭിനേത്രി ഷബാന ആസ്മി, പുലിറ്റ്സർ പുരസ്കാര ജേതാവ് ഡെക്സാൻ വാൽഷ് എന്നിവരും സമാപന ചടങ്ങിന്റെ ഭാഗമായി. പ്രഭാഷണങ്ങളും ചർച്ചകളും സംവാദങ്ങളും കലാപ്രകടനങ്ങളുമൊക്കെയായി കനകക്കുന്നിനെ ഉത്സവലഹരിയിലാക്കിയ അക്ഷരോത്സവത്തിന്റെ സമാപനം. കേന്ദ്ര സർക്കാരിന് ചില ഓർമ്മപ്പെടുത്തലുകൾ നൽകിക്കൊണ്ടായിരുന്നു ടി പത്മനാഭന്റെ മുഖ്യപ്രഭാഷണം. ഡൽഹി ഒരു ശ്മശാന ഭൂമിയാണെന്നും ഭരിക്കുന്നവർ അത് മറക്കരുതെന്നും ടി പത്മനാഭൻ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷ് ഗവൺമെന്റ് അവരും ദീർഘകാലം നമ്മെ ഭരിച്ചു. അതും ഡൽഹിയിൽ വെച്ച് തന്നെയായിരുന്നു. അവരുടെ ഭരണവും അസ്തമിച്ചു. പിന്നീട് കോൺഗ്രസ് വന്നു. അവരും ദീർഘകാലം ഭരിച്ചു. അവരും അസ്തമിച്ചു. അതും ഡൽഹിയിൽ തന്നെ. ഇപ്പോൾ മറ്റൊരു ഗവൺമെന്റ്. അവരോടാണ് ഞാൻ പറഞ്ഞത്, ഡൽഹി ഒരു ശ്മശാന ഭൂമിയാണ്, ദയവായി അത് ഓർമ്മിക്കണം. വേഗാനന്തര ലോകം എന്ന ആശയത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ഇത്തവണത്തെ മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവം. കാലം മാറുമ്പോൾ മാറ്റം സ്വാഭാവികമെന്ന് മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ് കുമാർ. സമയം ധാരാളം, പക്ഷേ സമയക്കുറവാണ് നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം. കാലം മാറുന്നുണ്ട്, തലമുറകൾ മാറുമ്പോൾ മാറ്റങ്ങൾ സ്വാഭാവികമാണ്. പുതിയ സാങ്കേതികവിദ്യ നമ്മൾ സ്വായത്തമാക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും ചില കാര്യങ്ങൾ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യേണ്ടതായിട്ടുമുണ്ട്. അങ്ങനെ ഒരു തീമായിട്ടാണ് നമ്മൾ ഇത്തവണ ഈ ഫെസ്റ്റിവലിനെ വിഭാവനം ചെയ്തിട്ടുള്ളത്. 5 ദേശീയ സിനിമാ പുരസ്കാരങ്ങൾ നേടിയ അഭിനേത്രി ഷബാന ആസ്മി, പുലിറ്റ്സർ പുരസ്കാര ജേതാവ് ഡെക്സാൻ വാൽഷ് എന്നിവർ സമാപന പരിപാടിയുടെ ഭാഗമായി. മാതൃഭൂമിക്ക് ആശംസകൾ അറിയിച്ച് ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറുടെ വീഡിയോ സന്ദേശം. It's wonderful to see writers, thinkers and voices from across India and of course the rest of the world coming together to celebrate ideas, culture and storytelling. ചടങ്ങിൽ മാതൃഭൂമി ചെയർമാൻ ആൻഡ് മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ വിശിഷ്ടാതിഥികളെ ആദരിച്ചു. മാതൃഭൂമി ഓപ്പറേഷൻസ് ഡയറക്ടർ ദേവിക MS, മാതൃഭൂമി ന്യൂസ് എഡിറ്റർ രാജി ദേവരാജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.